കേരളത്തിലെ പ്രധാന മത്സരങ്ങൾ നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ട് ദിവസങ്ങളാകുന്നു. അടുത്ത് ഞങ്ങൾ ഇന്നലെ പത്തനംതിട്ട പറഞ്ഞു. ഇന്ന് ഞങ്ങൾ നേരെ ജമ്പ് ചെയ്യുകയാണ്, നേരെ മധ്യ കേരളത്തിലേക്ക്, തൃശ്ശൂരിലേക്ക്. അതിൻ്റെ ഇടയ്ക്ക് പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളുണ്ട്, എന്നാലും തൃശ്ശൂർ ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. തൃശ്ശൂർ ചെയ്യാൻ ഒരു കാരണം, ഈ അരിപ്രാഞ്ചിയുടെ നാട്ടിൽ അരിരാഷ്ട്രീയം കളിക്കുന്നു BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എന്ന വിഷയമാണ്. അരിപ്രാഞ്ചി ആരാണെന്ന് നമുക്കറിയാം, പ്രാഞ്ചിയേട്ടൻ്റെ നാട് ഏതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 29 രൂപയ്ക്ക് ഭാരത് അരി കൊടുക്കുന്ന പരിപാടി അതൊരു ഇലക്ഷൻ പരിപാടിയാണെന്ന് ഓരോ ഘട്ടം കഴിയുമ്പോഴും വ്യക്തമായി വരുന്നുണ്ട്. അരി രാഷ്ട്രീയത്തിൽ ഇലക്ഷൻ കലർത്തുകയാണ്, അല്ലെ ഇലക്ഷനിൽ അരിരാഷ്ട്രീയം കലർത്തുകയാണ്. അങ്ങനെയും ഇങ്ങോട്ടും അങ്ങോട്ടും പറയാം. ഈ 29 രൂപയുടെ അരി എങ്ങനെയാണ് കേന്ദ്രം ഈ ഔട്ട്ലെറ്റുകൾ വഴിയും മൊബൈൽ ഔട്ട്ലെറ്റുകൾ വഴിയും കൊടുക്കുന്നത് എന്ന് കഴിഞ്ഞൊരു ദിവസം ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ക്രക്സ്, അതിലെ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഈ ഇലക്ഷൻ ഗോതയിലേക്ക്, തൃശ്ശൂരിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. കാരണം തൃശ്ശൂരിൽ അരി ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുന്നത്. അതാണ് ഞങ്ങൾ പറയുന്നത്. അരിപ്രാഞ്ചിയുടെ നാട്ടിൽ അരിരാഷ്ട്രീയം കളിക്കാനാണ് BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വന്നിരിക്കുന്നത്. ഈ 29 രൂപയുടെ അരി റേഷൻ കടകൾ വഴി വിതരണം ചെയ്യില്ല. 85 ലക്ഷത്തിലധികം റേഷൻ കാർഡ് ഉടമകൾ കേരളത്തിലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൊതുവിതരണ സമ്പ്രദായമാണ് കേരളത്തിലെ റേഷൻ കട നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് ന്യായവില ഈ ഷോപ്പുകൾ ഉൾപ്പെടെ. അപ്പം അങ്ങനെയുള്ള ആ സംവിധാനം ഉപയോഗിക്കാതെ ഈ 29 രൂപയ്ക്ക് അരി FCIയിൽ നിന്നും എടുത്ത്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ശേഖരത്തിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ടോ എന്ന് ഞങ്ങൾ പറയുന്നത് കൊണ്ടാണ്. കാരണം ഈ 10 രൂപയ്ക്കോ 10.5 രൂപയ്ക്കോ വെള്ളക്കാടിന് കൊടുത്തിരുന്ന റേഷൻ കട വഴിയുള്ള അരി വിതരണം നിർത്തി. നീലക്കാടിനുള്ള സൗജന്യങ്ങളും വെട്ടിക്കുറച്ചു. അതായത് BPL അല്ല, APL, എബോവ് പോവർട്ടി ലൈനിൽ വരുന്ന വെള്ളക്കാടുകാരുടെയും മഞ്ഞക്കാടുകാരുടെയും ആനുകൂല്യങ്ങളെല്ലാം വെട്ടിക്കുറച്ചു. അവർക്ക് അരിയില്ല, മണ്ണെണ്ണയില്ല, ഒന്നുമില്ല. പഞ്ചസാരയും അളവും എല്ലാം കുറച്ചു. പിന്നെ അന്ത്യോദയ സ്കീമിലെ പിങ്ക് കാർഡും പിന്നെ മറ്റേ കാർഡിൻ്റെ, ഈ 2 മഞ്ഞക്കാർഡിൻ്റെ കാർഡ് ഉടമകൾക്കാണ് നമ്മുടെ റേഷൻ സമ്പ്രദായത്തിലൂടെ മാസം 30 കിലോ അരി വരെയൊക്കെ പലപ്പോഴും തുച്ഛമായ നിരക്കിൽ, ചിലപ്പോൾ സൗജന്യ അരിയും കൊടുത്തിട്ട് ഈ പൊതുവിതരണ സമ്പ്രദായം നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. നാട്ടിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. അത് മുടക്കിയിട്ടാണ് അതിലെ പല കാർഡുകളും ഫലത്തിൽ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ടാണ് 29 രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ മോദി അരി വിതരണം ചെയ്യുന്നത്, ഭാരത് റൈസ്. ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് റേഷൻ കടകളെ ബന്ധിപ്പിക്കാതെ, റേഷൻ കടകളിൽ കൂടെ കൊടുക്കാമെന്നുണ്ടായിരുന്നു കേന്ദ്രത്തിന്. പക്ഷേ മോദിയുടെ സെൽഫി പോയിന്റ് അവിടെ വേണം റേഷൻ കടയിൽ. തിരഞ്ഞെടുത്ത കടകളിൽ സെൽഫി പോയിന്റ്, പിന്നെ ഈ മറ്റേ QR കോഡ് പിന്നെ മൊബൈലിലെടുത്ത് കാണിച്ചിട്ട് അരി വാങ്ങാൻ പറ്റുള്ളൂ. മോദിയുടെ പടം നമ്മൾ സ്കാൻ ചെയ്ത് അയക്കണം. എന്തൊക്കെ നൂലാമാലകളാണെന്ന് ആലോചിക്കണം ഈ അരി തരുന്നത്. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഈ കൊണ്ടു തരുന്ന മാതിരിയാണ് കാര്യങ്ങൾ. ഇനി സത്യം എന്താണ്? നമ്മുടെ ഈ ഭക്ഷ്യശേഖരം സുഭദ്രമാണ്. നമ്മുടെ ഭക്ഷ്യശേഖരത്തില് എല്ലാ കണക്കിലേക്കും നമ്മൾ പോകുന്നില്ല, ഗോതമ്പും കാര്യങ്ങളിലേക്കൊന്നും ഇപ്പം പോകുന്നില്ല, സമയപരിമിതി കൊണ്ട്. അരി മാത്രം പറയാം. അപ്പം നമ്മുടെ കരുതൽ ശേഖരം 13.6 മില്യൺ ടൺ അരിയാണ്. പക്ഷെ ഇപ്പോൾ തന്നെ നമ്മുടെ ശേഖരത്തിൽ അതിൻ്റെ ഇരട്ടിയോളം ഉണ്ട്. 23.6 ദശലക്ഷം ടൺ അരി കെട്ടിക്കിടക്കുകയാണ്. ഇനി ഈ ഭക്ഷ്യശേഖരം കെട്ടിക്കിടന്ന് നശിക്കുന്നത് വഴി, കാരണം ഈ സമയത്ത് ഈ അരി വിതരണം ചെയ്തില്ലെങ്കിൽ ഇത് പുഴുവെടുത്ത് നശിക്കും, ഉളുത്തുപോകും. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 10 ദശലക്ഷം ടൺ അരിയാണ് ഇങ്ങനെ കെട്ടിക്കിടന്നത്, നശിച്ച അരി, ഉളുത്തുപോയ അരി നശിപ്പിച്ചത്. ഇങ്ങനെ ഈ അരി നശിപ്പിക്കാൻ ഓരോ വർഷവും 3 കോടി രൂപയാണ് FCI ചെലവഴിക്കുന്നത്. അതായത് ഈ അരി പെട്രോളോ മണ്ണെണ്ണയോ അല്ലെ അതുപോലെ എന്തെങ്കിലും ഒഴിച്ചത് കത്തിച്ച് നശിപ്പിച്ച് കളയണം. അതിന് വാങ്ങുന്ന ഇന്ധനവില എല്ലാം കൂടെ ഒരു കൊല്ലം തന്നെ 3 കോടി രൂപ FCI ചെലവഴിക്കുകയാണ്. പാവങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുക്കേണ്ടത് അവിടെ കെട്ടിയിട്ടിട്ട്.
അപ്പോൾ ഒരു വർഷം 3 കോടി എന്ന് പറയുമ്പോൾ 10 വർഷത്തേത് തന്നെ 30 കോടി രൂപയാണ് FCI അരി നശിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത്. ഗോതമ്പ്, മറ്റ് പലവ്യഞ്ജനങ്ങൾ, ധാന്യങ്ങൾ, അത് കണക്ക് വേറെ, കെട്ടിക്കിടക്കുന്ന ഇത് അരിയുടെ മാത്രം കണക്കാണ് ഞങ്ങൾ പറയുന്നത്. അവിടെയാണ് അരിപ്രാഞ്ചിയുടെ നാട്ടിലേക്ക് അരി രാഷ്ട്രീയമായിട്ട് BJP എത്തിയിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടി. ഞങ്ങൾ ചോദിക്കട്ടെ, ഈ ഭാരതരി വിതരണം ആരംഭിച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസങ്ങൾ, ഇത് എന്താണ് കേരളത്തിൽ ഇത് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യാത്തത്? ഇതെന്താ കോഴിക്കോട്ട് വിതരണം ചെയ്യാത്തത്? ഇതെന്താ തൃശ്ശൂർ മാത്രം കൊണ്ടിട്ട് ആദ്യം വിതരണം ചെയ്യുന്നത് എന്തിനാണ്? അതിന് പിന്നിലെ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ അരിപ്രാഞ്ചി രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. ഇത് വളരെ മോശപ്പെട്ട ഒരു സമീപനമാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും അല്ലെ കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്ന ഈ നിലപാടുകൾ. ഇനി അടുത്തതിലേക്ക് വരിക. ഈ ഇലക്ഷനിൽ ബി ജെ പിക്ക് തൃശ്ശൂർ പിടിക്കണം, പിടിച്ചേ അടങ്ങും, കിട്ടിയേ തീരൂ, ഞാനിങ് എടുക്കും. എടുത്തോളൂ, നിങ്ങൾ എടുത്തോളൂ, അതിനിപ്പോൾ എന്ത് വേണം? പക്ഷെ എടുക്കുക എന്ന് പറഞ്ഞാൽ എടുക്കാൻ ഇത്തിരി അത്ര എളുപ്പമൊന്നുമല്ല. അതതിൻ്റെ കണക്കുകൾ നോക്കണം, ഇലക്ഷൻ കണക്കുകൾ. നിങ്ങൾ ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? കഴിഞ്ഞ ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷന് കെ സുരേന്ദ്രൻ BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾക്ക് 35 സീറ്റ് ഞങ്ങൾ പിടിക്കും, ബാക്കി ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുമെന്ന്. കാശ് കൊടുത്തുള്ള വാക്കൽ ഉപയോഗിച്ചത് ബാക്കി ഞങ്ങൾക്ക് ഒപ്പിക്കാൻ അറിയാമെന്ന് പറഞ്ഞാൽ കാശെറിഞ്ഞ് MLA-മാരെ വിലയ്ക്ക് വാങ്ങാൻ അറിയാം. കേരളത്തിൽ ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. മറ്റു പലയിടത്തും ചെയ്തിട്ടുണ്ട്, ഗോവയിലും അരുണാചൽ പ്രദേശിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെയും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ലോക്സഭ സീറ്റെങ്കിലും ഒരെണ്ണമെങ്കിൽ ഇങ്ങനെ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുമെങ്കിൽ വിലയ്ക്ക് വാങ്ങാനുള്ള പൈസ BJPയുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ തുക കിട്ടിയത് ആർക്കാണ്? BJPക്കാണ്. അപ്പോൾ ഒരു ലോക്സഭാ സീറ്റ് വിലയ്ക്ക് വേണമെങ്കിൽ വാങ്ങാനൊക്കെ ഉള്ള പണം BJPയുടെ കയ്യിലുണ്ട്, വേറൊരു പാർട്ടിയുടെ കയ്യിലില്ല. പക്ഷേ ജനങ്ങളുടെ പിന്തുണ കിട്ടിയാലേ ജയിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ ഇലക്ട്രൽ ഹിസ്റ്ററി നോക്കുക. തൃശ്ശൂരിൻ്റെ 2019 മുതൽ പിന്നിലോട്ട് പോകാം. 3 ഇലക്ഷൻ. 2019 കോൺഗ്രസിനെ TN പ്രതാപൻ സിറ്റിംഗ് MP 1 ലക്ഷത്തോളം വോട്ടിനാണ് ജയിച്ചത്. ഭൂരിപക്ഷം, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 93,633 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് TN പ്രതാപൻ ജയിച്ചത്. ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് നോക്കിയാൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണിത് തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ. അത് അന്ന് ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരുമെന്ന്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നൊക്കെ ഒരു തോന്നൽ വന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് അന്നത്തെ ഇലക്ഷനിൽ പ്രതാപൻ ഇത്രയും വലിയൊരു വിജയം നേടാൻ സാധിച്ചത്. പിന്നെ പ്രതാപൻ ഒരു മികച്ച സ്ഥാനാർത്ഥി കൂടിയാണ് കോൺഗ്രസ്സിൽ എന്നതും മറ്റൊരു കാര്യമാണ്. രണ്ടാമത് വന്ന രാജാജി മാത്യു തോമസിന് CPIയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 30.85% വോട്ട്. 10% മാർജിൻ്റെ വ്യത്യാസം വോട്ടിലുണ്ട്, വോട്ടിംഗ് ഷെയറിലുണ്ട്, പെർസെൻറ്റേജിലുണ്ട്. അപ്പം 4,15,000 പരം വോട്ട് പ്രതാപൻ നേടിയപ്പോൾ 3,21,000 പരം വോട്ടുകൾ മാത്രമേ രാജാജി മാത്യു തോമസിന് നേടാൻ പറ്റിയുള്ളൂ. ഇവിടെയാണ് ഇനി അടുത്ത പേര്. സുരേഷ് ഗോപി 3ാമത് വന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂര്. സുരേഷ് ഗോപി നല്ല പ്രകടനം കാഴ്ചവെച്ചു. BJPയുടെ ഏറ്റവും വലിയ മികച്ച പ്രകടനം, തൃശ്ശൂർ ലോക്സഭാ ചരിത്രത്തിലെ മികച്ച പ്രകടനം നടത്തിയിട്ട് സുരേഷ് ഗോപി നേടിയ വോട്ട് 3 ലക്ഷത്തിന് താഴെ, അതായത് 2,93,822 വോട്ടാണ് നേടിയത്. അതായത് ശതമാനം പറഞ്ഞാൽ 28.19% വോട്ടുകൾ. അപ്പോൾ ഒരു BJP സ്ഥാനാർത്ഥി കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പം തിരുവനന്തപുരത്ത് 2ാമത് വന്നതുപോലെ തന്നെ ഇവിടെ 3ാമത് ഭേദപ്പെട്ട ഒരു നിലയിലെത്തി 28%-ലധികം വോട്ട് നേടി സുരേഷ് ഗോപി വന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പം ഇതാണ് 2019 ചരിത്രം എന്ന് പറയുന്നത്, ഇലക്ട്രൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ BJPക്ക് കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ BJPക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ ഒരു 1 ലക്ഷത്തോളം അടിസ്ഥാന വോട്ടുകളുണ്ട്. അതിനു മേൽ സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് കൂടി ക്യാമ്പയിൻ നടത്തിയ നേടിയ വോട്ടുകളാണ് ഈ 3 ലക്ഷത്തോളം അടുത്ത് വരുന്നത് എന്നത്. അത് സുരേഷ് ഗോപിയുടെ ആ ഒരു ഇമേജ് കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പോൾ ഒരു ചോദ്യം, 2019 സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്ന ഇമേജ് ഇപ്പോഴുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പല വിവാദങ്ങളിൽ ചെന്നുപെട്ടു. സ്ത്രീ വിരുദ്ധത, വർഗീയത പറയുക, വരേണ്യവർഗത്തിന് വേണ്ടി നിലകൊള്ളുക, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, വിവാദങ്ങൾ പലതും ക്ഷണിച്ചു വരുത്തി. അപ്പോൾ ഞങ്ങളുടെ വിലയിരുത്തൽ 2019 ഗുഡ് വില്ല് 2024 BJPക്കോ
BJPയുടെ സ്ഥാനാർത്ഥിക്ക് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ഇല്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ എങ്ങനെയാണ് പിന്നെ സുരേഷ് ഗോപി ജയിച്ചു വരിക? അരിപ്രാഞ്ചി അയാൾ ജയിച്ചു വരാൻ പറ്റുമോ? അല്ല ഭാരത് അരി തൃശ്ശൂർ മാത്രം വിതരണം ചെയ്തിട്ട് ജയിച്ചു വരാൻ പറ്റുമോ? അങ്ങനെയൊന്നും ജനങ്ങളെ വെറും വിഡ്ഢികളാക്കാനൊന്നും നമുക്ക് ഒരു പരിധിക്കപ്പുറം സാധിക്കത്തില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് 2014 CPI CN ജയദേവൻ ജയിച്ചു. അന്ന് KP ധനപാലനെ, കോൺഗ്രസ് നേതാവിനെയാണ് ജയദേവൻ തോൽപ്പിച്ചത്. അതായത് 38,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് CN ജയദേവൻ ജയിച്ചത്. ജയദേവന് 3,89,000-ൽ പരം വോട്ടും, അതായത് 30%-ലധികം വോട്ട്. ധനപാലന് 3,50,982 വോട്ട്, അതായത് 27.53, അതായത് ഒരു 2.5-3% വോട്ട് വ്യത്യാസമേ അവർ തമ്മിലുള്ളൂ. പക്ഷെ പ്രതാപനും 19 10% വോട്ടിന്റെ വ്യത്യാസം വന്നിരുന്നു UDFന് അനുകൂലമായിട്ട്. അപ്പൊ ഇവിടെ അന്ന് KP ശ്രീശനാണ് BJPയുടെ സംസ്ഥാന നേതാവ് മത്സരിച്ചത് 2014. 1,00,000-ൽ പരം വോട്ട് അദ്ദേഹം നേടി. 1,02,681, അതായത് 8.05%, 10% നേടിയില്ല. അന്നൊരു പ്രത്യേകത, സാറ ജോസഫ് എഴുത്തുകാരി, പ്രശസ്ത എഴുത്തുകാരി, ആപ്പിന്റെ സ്ഥാനാർത്ഥിയായിട്ട് AAP, ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ആം ആദ്മി പാർട്ടി ഡൽഹിയിലേക്ക് അധികാരത്തിൽ വന്നതിന്റെ ഒരു ഒരു പ്രഭാവ വലയത്തിലാണ് അന്ന് ഇവിടെ ഭയങ്കരമായിട്ട് ആം ആദ്മി പാർട്ടിയുടെ യൂണിറ്റ് ഉണ്ടാക്കുകയും പലരും അതിലേക്ക് പോവുകയൊക്കെ ചെയ്തൊരു ഘട്ടമായിരുന്നു അത്. എഴുത്തുകാരും ഒക്കെ ഉൾപ്പെടെ. അങ്ങനെ സാറ ജോസഫ് തൃശ്ശൂർ മത്സരിച്ചു ആപ്പിന്റെ സ്ഥാനാർത്ഥിയായിട്ട്. അന്ന് അവർ 44,638 വോട്ട് നേടി. അത് ചെറിയ കാര്യമല്ല. ഇപ്പൊ ആപ്പിന് ആ ഒരു അപ്പീലില്ല എന്നത് വേറെ. പിന്നെ നോട്ട, ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ തന്നെ വോട്ട് നോട്ടയ്ക്ക് ചെയ്ത് 10,000 വോട്ടുകൾ നോട്ടയ്ക്ക് പോയി. ഇനി 2009 അന്ന് PC ചാക്കോ, കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് PC ചാക്കോയാണ് ജയിച്ചു വന്നത്. 25,151 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രധാനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ അന്തരമുണ്ട്. അപ്പോൾ ചാക്കോയ്ക്ക് 3,85,000-ൽ പരം വോട്ടും. CN ജയദേവനായിരുന്നു ഇത് സ്ഥാനാർത്ഥി CPIയുടെ. അദ്ദേഹം തോറ്റുപോയി. അദ്ദേഹത്തിന് 3,60,000-ൽ പരം വോട്ടുകളും. ശതമാനക്കണക്കിൽ വന്നു കഴിഞ്ഞാൽ വെറും 2% അധികം വോട്ട് വ്യത്യാസം മാത്രമേ ജയിച്ച UDF PC ചാക്കോയും തോറ്റുപോയ CPIയുടെ LDF സ്ഥാനാർത്ഥിയും തമ്മിലുള്ളൂ. പിന്നെ അന്ന് രമാ രഘുനാഥനാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അവർക്ക് കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. BJPയുടെ അടിസ്ഥാന വോട്ടുകൾ മാത്രമേ അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ. ഇതാണ് തൃശ്ശൂരിന്റെ ഒരു തിരഞ്ഞെടുപ്പ് ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമുക്കിനി എന്ത് വിലയിരുത്താൻ പറ്റും? ഇനി ഇത്തവണ UDFന്റെ സ്ഥാനാർത്ഥി ഇതുവരെയുള്ള സൂചന അനുസരിച്ച് TN പ്രതാപൻ സിറ്റിംഗ് MP തന്നെയാണ്. അദ്ദേഹത്തെ മാറ്റാനുള്ള യാതൊരു സൂചനകളും കാണുന്നില്ല. അദ്ദേഹം വീണ്ടും മത്സരിക്കും. ഇടതുപക്ഷത്ത് CPIയുടെ സ്ഥാനാർത്ഥി മാറാനുള്ള സാധ്യത ഉണ്ട്. കൂടുതൽ ജനകീയനെന്ന് വിശേഷിക്കപ്പെടുന്ന സുനിൽകുമാർ സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്നാണ് ഒടുവിൽ കേൾക്കുന്നത്. സുനിൽകുമാറും പ്രതാപനും തമ്മിൽ നല്ലൊരു മത്സരത്തിലേക്ക് പോകും. അവിടെ മൂന്നാമത് കളത്തിൽ സുരേഷ് ഗോപി നിൽക്കുന്നു. അപ്പൊ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനുള്ള കളമാണ് തൃശ്ശൂര് ഒരുങ്ങുന്നത്. അപ്പൊ അവിടെ ഓരോ നീക്കങ്ങളും നിർണായകമാണ് ഓരോ സ്ഥാനാർത്ഥിക്കും. അപ്പോൾ കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു മത്സരമായിട്ട് തൃശ്ശൂർ മാറാൻ പോകുമ്പോൾ ഇതുവരെയുള്ള വിലയിരുത്തൽ ഇത്തവണയും കേരളത്തിൽ BJPക്ക് ഒരു സീറ്റും കിട്ടാൻ സാധ്യതയില്ല, അക്കൗണ്ട് തുറക്കാനാവില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള സൂചനകൾ. അതിനൊരു മാറ്റം വരാൻ ഇനി തൃശ്ശൂരിൽ BJP എന്ത് കളി കളിക്കും? കാരണം BJP ലക്ഷ്യം വയ്ക്കുന്ന A+ മണ്ഡലങ്ങളിൽ തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരമുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ജയിക്കുക എന്നുള്ളതൊരു അഭിമാന പ്രശ്നമായിട്ട് BJP എടുക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ സ്വാധീനങ്ങൾ വരും? പണം ഒഴുകും, ആനുകൂല്യങ്ങൾ ഒഴുകും, ഈ പറയുന്ന പോലെ അരി വിതറും, വേറെ പലതും വിതറിയെന്നിരിക്കും. ജനങ്ങളതിൽ വീണുപോകുമോ എന്നൊക്കെയുള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്തായാലും ഒരു സീറ്റിലെങ്കിലും ജയിക്കുക എന്നൊരു അജണ്ട BJP സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ അംഗക്കളം, അതിൻ്റെ കളരി എന്ന് പറയുന്നത് ഒരുപക്ഷെ തൃശ്ശൂരായിരിക്കാം. തിരുവനന്തപുരത്ത് BJP അത്ര വലിയ പ്രതീക്ഷ വയ്ക്കുന്നില്ല. ഒന്ന് നോക്കാം, ഒരു കൈ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം.